ഫൈസൽ രാജാവ് ആധുനിക സൗദി അറേബ്യയുടെ ശില്പി. ഒരിക്കൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവിന്റെ വില ഒറ്റയടിക്ക് 4 മടങ്ങ് വർദ്ധിച്ചത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതൊരു ചെറിയ ഷോക്കൊന്നും അല്ലായിരിക്കും. അതെ, ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകൾ തകർന്നടിയുന്നു. പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നിര, ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നു. വൻകിട രാജ്യങ്ങളുടെ തലവന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെയുണ്ടല്ലേ? ശരിക്കും. പക്ഷേ ഇത് സിനിമയല്ലല്ലോ. അല്ല, 1973 ലോകം കണ്ട യാഥാർത്ഥ്യമാണിത്. ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, പാശ്ചാത്യ ലോകത്തെ മുഴുവൻ മുട്ടുകുത്തിച്ച ഈ സാമ്പത്തിക ഭൂകമ്പം സൃഷ്ടിച്ചത് ഏതെങ്കിലും ഒരു സൂപ്പർ പവർ അല്ല. പിന്നെ മരുഭൂമികൾ നിറഞ്ഞ ഒരു രാജ്യത്തിരുന്ന് ഒരു മനുഷ്യനെടുത്ത തീരുമാനമാണ്. അതായത് അതുവരെ വെറുമൊരു ഇന്ധനമായി മാത്രം ലോകം കണ്ടിരുന്ന എണ്ണയെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ആ വലിയ നിമിഷം. തീർച്ചയായും അതാണ് ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണത്തിന്റെ കാതൽ. കേവലം ഗോത്രവർഗ സ്വഭാവം ഉണ്ടായിരുന്ന, പുറം ലോകവുമായി അധികം ബന്ധമില്ലാതിരുന്ന സൗദി അറേബ്യയെ ഇന്നത്തെ കാണുന്ന ആധുനിക ആഗോള ശക്തിയാക്കി മാറ്റിയ ഫൈസൽ ബിൻ അബ്ദുല്ലസീസ് അൽ സൗദ് എന്ന ഭരണാധികാരി. ഈ സ്രോതസ്സുകളിലൂടെയുള്ള നമ്മുടെ മിഷൻ വളരെ വ്യക്തമാണ്. പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ രാജ്യത്തെ എങ്ങനെ ആധുനികവൽക്കരിച്ചുവെന്നും എണ്ണയെ എങ്ങനെ ഒരു ആയുധമാക്കിയെന്നും നമ്മളിന്ന് പരിശോധിക്കുകയാണ്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആഗോള നേതാവായി മാറിയത്? ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും അവരുടെ വേരുകളിലേക്ക് പോകണം. ഫൈസലിന്റെ കാര്യത്തിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അതെങ്ങനെ? 1906 അദ്ദേഹം ജനിക്കുന്നത്. ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ ഇബ്നു സൗദിന്റെ 3ാമത്തെ മകൻ. എന്നാൽ രാജകുടുംബത്തിന്റെ പശ്ചാത്തലത്തേക്കാൾ അദ്ദേഹത്തെ സ്വാധീനിച്ചത് അമ്മയുടെ കുടുംബമാണ്, അൽ ഷേഖ് കുടുംബം. ഓ, അതായത് 18ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഇസ്ലാമിക പരിഷ്കർത്താവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേരിട്ടുള്ള പരമ്പര അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഫൈസലിന് വെറും 5 മാസം പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചു. കഷ്ടമായി പോയി. പിന്നീട് അദ്ദേഹം വളരുന്നത് മാതൃപിതാവായ ഷെയ്ഖ് അബ്ദുള്ളയുടെ സംരക്ഷണത്തിലാണ്. അതൊരു കൊട്ടാരമായിരുന്നില്ല, മറിച്ച് തികച്ചും മതപരമായ അച്ചടക്കമുള്ള ഒരു ചുറ്റുപാടായിരുന്നു. ഈ രേഖകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ബാല്യം ഒരു രാജകുമാരൻ്റേത് പോലെയല്ല, ഒരു മതപണ്ഡിതൻ്റേത് പോലെയായിരുന്നു എന്നാണ്. 100% ശരിയാണ്. വെറും 9ാം വയസ്സിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഹൃദിസ്ഥമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ആഴത്തിലുള്ള അറിവ് നേടി. ഈ മതപരമായ അടിത്തറ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനമായി മാറി. നിൽക്കൂ, ഇവിടെയാണ് എനിക്കൊരു കാര്യം വിശ്വസിക്കാൻ കഴിയാത്തത്. 9 വയസ്സ് വരെ ഈ കടുത്ത യാഥാസ്ഥിതിക ചുറ്റുപാടിൽ വളർന്ന ഒരു കുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യൂറോപ്പിലെ നയതന്ത്ര ചർച്ചകളിൽ പങ്കെടുക്കാൻ പോകുന്നു. അതെ, 1919. അതായത് വെറും 13ാം വയസ്സിൽ. ലണ്ടനിലേക്കുള്ള സൗദി പ്രതിനിധി സംഘത്തെ നയിച്ചത് ഫൈസലായിരുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു കാൽ പുരാതനമായ ഒരു പള്ളിയിലെ മതപഠനത്തിലും മറ്റേ കാൽ ആധുനിക നയതന്ത്രത്തിന്റെ ബോർഡ് റൂമുകളിലും. ഇതൊരു വലിയ സാംസ്കാരിക ഷോക്കായിരുന്നില്ലേ? ശരിക്കും അതൊരു ചരിത്ര നിയോഗമായിരുന്നു എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇബ്നു സൗദ് ലണ്ടനിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നത് മൂത്ത മകൻ തുർക്കിയെയായിരുന്നു. ആഹാ. 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയം ബ്രിട്ടനുമായി അതിർത്തികളെക്കുറിച്ചും മറ്റ് നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യണം. എന്നാൽ നിർഭാഗ്യവശാൽ തുർക്കി സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് മരിച്ചു. ഓ, ആ വലിയ മഹാമാരി. അതെ, അങ്ങനെയാണ് ആ വലിയ ഉത്തരവാദിത്തം 13കാരനായ ഫൈസലിന്റെ ചുമലിൽ വീഴുന്നത്. യൂറോപ്പ് സന്ദർശിക്കുന്ന ആദ്യത്തെ സൗദി രാജകുടുംബാംഗമായി അദ്ദേഹം മാറി. പരസ്പരം ഏറ്റുമുട്ടേണ്ട 2 ലോകങ്ങളെയാണ് ഈ 13കാരൻ ഒറ്റയ്ക്ക് നേരിട്ടത്. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 2 ലോകങ്ങളും അദ്ദേഹത്തെ തളർത്തിയില്ല. പകരം ആ 5 മാസത്തെ യൂറോപ്യൻ സന്ദർശനം അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു. ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും വ്യവസായങ്ങളും വിദ്യാഭ്യാസ രീതികളും അദ്ദേഹം നേരിട്ട് കണ്ടു. അതായത് സ്വന്തം രാജ്യത്തിന്റെ മതപരമായ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഈ ആധുനിക ലോകവുമായി എങ്ങനെ ഇടപഴകണമെന്ന് അദ്ദേഹം പഠിച്ചു. കൃത്യം.
ഈ ഇരട്ട വ്യക്തിത്വമാണ് പിന്നീട് പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണരീതിയുടെ അടിത്തറയായത്. അപ്പോ പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ഈ ബാലൻസിംഗ് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. പക്ഷെ ഒരു ആഗോള ശക്തിയായി മാറണമെങ്കിൽ സ്വന്തം വീട് ആദ്യം നന്നാക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അല്ലേ? തീർച്ചയായും. 1962 പ്രഖ്യാപിച്ച പത്തിനം പരിഷ്കരണ പദ്ധതി, അതായത് 10 പോയിന്റ് പ്രോഗ്രാം, അതിനൊരു ഉദാഹരണമാണ്. അതിനെന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അടിമത്തം നിരോധിച്ചതാണ്. അതെ, നൂറ്റാണ്ടുകളായി അവിടെ നിലനിന്നിരുന്നൊരു സമ്പ്രദായമായിരുന്നു അത്. വെറുമൊരു പ്രഖ്യാപനം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത്. പല സമ്പന്നരുടെയും സാമ്പത്തിക അടിത്തറ ഇതിൽ ബന്ധപ്പെട്ടിരുന്നു. അതെ, അതെങ്ങനെ സാധിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒറ്റയടിക്ക് അടിമകളെ സ്വതന്ത്രരാക്കിയാൽ അത് വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകില്ലേ? ആളുകൾ എതിർക്കില്ലേ? അവിടെയാണ് ഫൈസലിൻ്റെ ഭരണപാഠവും നാം കാണുന്നത്. അദ്ദേഹം വെറുതെ ഒരു നിയമം പാസാക്കുകയല്ല ചെയ്തത്. പകരം രാജ്യത്തിൻ്റെ എണ്ണ വരുമാനത്തിൽ നിന്ന് വലിയൊരു തുക വകയിരുത്തി അടിമകളെ അവരുടെ ഉടമകളിൽ നിന്ന് സർക്കാർ നേരിട്ട് വില കൊടുത്തു വാങ്ങി സ്വതന്ത്രരാക്കി. വാവ്! സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാതെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അനാചാരത്തെ അദ്ദേഹം ഇല്ലാതാക്കി. അതൊരു മിടുക്കനായ ഭരണാധികാരിയുടെ നീക്കമാണ്. അപ്പോഴാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഇതിലാണ്. അതെ, കാരണം ഇതൊരു സാമ്പത്തിക പ്രശ്നമായിരുന്നില്ല, മറിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് അക്കാലത്തെ പല യാഥാസ്ഥിതിക പണ്ഡിതന്മാരും കരുതിയിരുന്നു. ഈ സ്രോതസ്സുകളെ പരിശോധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായി തുടരുന്ന ഒരു ചെറിയ ആചാരം മാറ്റാൻ നോക്കിയാൽ എന്താകും വീട്ടിലെ മുതിർന്നവരുടെ പ്രതികരണം? വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും. അതെ. അപ്പോൾ നൂറ്റാണ്ടുകളായി ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചു പോന്ന ഒരു വലിയ സമൂഹത്തോട് നാളെ മുതൽ പെൺകുട്ടികൾ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ വലിയ പ്രതിഷേധം ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അവരെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത്? ഇവിടെയാണ് നാം ആദ്യ സെക്ഷനിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഓർക്കേണ്ടത്. ഫൈസൽ വെറുമൊരു രാജാവായിരുന്നില്ല. 9-ാം വയസ്സിൽ ഖുറാൻ ഹൃദിസ്ഥമാക്കിയ കർമ്മശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തെ എളുപ്പം തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. അതെ, അദ്ദേഹത്തിൻ്റെ അറിവിനെ ചോദ്യം ചെയ്യാൻ അവിടുത്തെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം അവരെ വിളിച്ച് സംസാരിച്ചു. വിദ്യാഭ്യാസത്തിനെതിരായി ഇസ്ലാമിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തെളിയിക്കാൻ അവരെ വെല്ലുവിളിച്ചു. വിദ്യാഭ്യാസം ഇസ്ലാമിന് വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെടുത്തി. സ്വന്തം പാരമ്പര്യത്തെയും അറിവിനെയും തന്നെ ആധുനികതയിലേക്കുള്ള ഒരു പാലമായ അദ്ദേഹം ഉപയോഗിച്ചു. അതിനൊപ്പം മറ്റൊരു വലിയ തന്ത്രം കൂടി അദ്ദേഹം പ്രയോഗിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല അദ്ദേഹം പെൺകുട്ടികളുടെ സ്കൂളുകൾ തുടങ്ങിയത്. പിന്നെ എവിടെയാ? പകരം ഈ യാഥാസ്ഥിതിക പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സമിതിയെ തന്നെ അതിന്റെ നടത്തിപ്പേൽപ്പിച്ചു. ഓ, എന്തൊരു പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്ക്! അതെ, നിങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ സ്കൂളുകൾ നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടെ അവരുടെ എതിർപ്പുകൾ ഇല്ലാതായി. അങ്ങനെ ഭാര്യ ഇഫത്ത് രാജകുമാരിയോടൊപ്പം ചേർന്ന് 1964 പെൺകുട്ടികൾക്കായി സർക്കാർ സ്കൂളുകൾ തുറന്നു. ശരിക്കും സമ്മതിക്കണം. പക്ഷേ എല്ലാ പരിഷ്കാരങ്ങളും ഇത്ര സമാധാനപരമായിരുന്നില്ല എന്ന് രേഖകളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ടെലിവിഷൻ രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചത്. 1965 ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചപ്പോൾ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. സ്ക്രീനിൽ മനുഷ്യരൂപങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്നായിരുന്നു യാഥാസ്ഥിതികളുടെ വാദം. റിയാദിലെ ടെലിവിഷൻ സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു, അല്ലേ? അതെ, ഒരു സംഘം സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു. അവരെ തടയാൻ പോലീസിന് വെടിവെക്കേണ്ടി വന്നു. ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് മറ്റാരുമായിരുന്നില്ല, ഫൈസൽ രാജാവിൻ്റെ സ്വന്തം സഹോദരപുത്രനായ ഖാലിദ് ബിൻ മുസയ്യദായിരുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്രയും വലിയൊരു നഷ്ടമുണ്ടായിട്ടും അദ്ദേഹം പിന്നോട്ട് പോയില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു. ടെലിവിഷനിൽ ഖുർആൻ പാരായണവും മറ്റും ഉൾപ്പെടുത്തി അദ്ദേഹം ആ മാറ്റത്തെ ജനകീയമാക്കി. അതേ, വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ മാറ്റങ്ങൾ അത്യാവശ്യമാണെന്ന അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടാണ് നാം അവിടെ കാണുന്നത്. ശരി, ആഭ്യന്തരമായി ഈ രാജ്യത്തെ സുസ്ഥിരമാക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം ലോക ഭൂപടത്തിലേക്കും തൻ്റെ ശ്രദ്ധ തിരിച്ചു. ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. അക്കാലത്ത് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു തരംഗമായിരുന്നല്ലോ ഈ അറബ് ദേശീയത അഥവാ അറബ് നാഷണലിസം. ഈജിപ്തിലെ ഗമാൽ അബ്ദൽ നാസറിനെ പോലുള്ളവർ അതിനുവേണ്ടി വാദിച്ചവരാണ്. എന്നാൽ ഫൈസൽ രാജാവ് അതിനെ പിന്തുണച്ചില്ല. പകരം അദ്ദേഹം പാൻ ഇസ്ലാമിസം എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. നിൽക്കൂ, പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അതൊരു മികച്ച ചോദ്യമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ അറബ് ദേശീയത എന്നത് അറബി സംസാരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്.
അതിൽ മതത്തിന് വലിയ പ്രാധാന്യമില്ല. ഓ, അതൊരു മതേതര ആശയമായിരുന്നു. അതെ, പലപ്പോഴും സോഷ്യലിസവുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന്. എന്നാൽ ഫൈസൽ രാജാവിൻ്റെ കാഴ്ചപ്പാട് അതായിരുന്നില്ല. ഭാഷയോ അതിർത്തികളോ അല്ല, മറിച്ച് മതപരമായ വിശ്വാസമാണ് ആളുകളെ ഒന്നിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതാണ് പാൻ ഇസ്ലാമിസം, ലോകത്തെ മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ഒരു ഐക്യം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിച്ചില്ല, അല്ലേ? ഇതിന് പിന്നിൽ ശീതയുദ്ധത്തിൻ്റെ, അതായത് കോൾഡ് വാറിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും. അന്ന് ലോകം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ പിടിയിലാണ്. അറബ് ദേശീയവാദികളായ പല നേതാക്കളും സോവിയറ്റ് യൂണിയനുമായി, അതായത് കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്തു. എന്നാൽ കമ്മ്യൂണിസത്തെ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ഭീഷണിയായാണ് ഫൈസൽ രാജാവ് കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്മ്യൂണിസത്തെ ചെറുക്കാൻ അമേരിക്കയുമായി വളരെ തന്ത്രപരമായൊരു ബന്ധം പുലർത്തി. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് സോവിയറ്റ് യൂണിയനെ പ്രതിരോധിക്കാൻ അദ്ദേഹം അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. എന്നാൽ മറുവശത്ത് പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. വിദേശ നയം എന്ന് പറയുന്നത് കേവലം സാമ്പത്തികമോ സൈനികമോ ആയ ലാഭനഷ്ടങ്ങൾ മാത്രമല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. പലസ്തീൻ വിഷയം അദ്ദേഹത്തിന് വെറുമൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നില്ല, അതൊരു ആത്മീയ ബാധ്യത കൂടിയായിരുന്നു. ഇതിനൊരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത് 1969-ലാണെങ്കിൽ. അതെ, 1969-ൽ മസ്ജിദുൽ അക്സയ്ക്ക് നേരെ ഒരു തീവപ്പുണ്ടായി. ഈ സംഭവത്തെ തുടർന്നാണ് തന്റെ പാൻ ഇസ്ലാമിസം എന്ന ആശയം പ്രാവർത്തികമാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് OIC, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് രൂപീകരിക്കുന്നത്. ഈ സ്രോതസ്സുകളിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണി ഉണ്ടല്ലോ. പലസ്തീൻ ഞങ്ങൾക്ക് എണ്ണയേക്കാൾ വിലപ്പെട്ടതാണ്. അതെ, പലസ്തീൻ ഞങ്ങൾക്ക് എണ്ണയേക്കാൾ വിലപ്പെട്ടതാണ്. ആ വാക്കുകളിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ധീരത. സ്വന്തം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ എണ്ണയെ അദ്ദേഹം ഒരു ആയുധമാക്കി മാറ്റുന്നതാണ് നാം പിന്നീട് കാണുന്നത്. 1973-ലെ ആ ചരിത്രപ്രസിദ്ധമായ എണ്ണ ഉപരോധം. അതെ, ഈ എണ്ണ ഉപരോധം ശരിക്കും ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ഒക്ടോബർ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണച്ചപ്പോൾ എണ്ണയെ ഒരു രാഷ്ട്രീയ ആയുധമായി അദ്ദേഹം ഉപയോഗിച്ചു. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധാരണ വിഭവം എതിരാളിയെ മുട്ടുകുത്തിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായി മാറുന്നത് സങ്കൽപ്പിക്കുക. ഇതൊരു അതിഗംഭീരമായ തന്ത്രമായിരുന്നു. അറബ് രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ചു. അമേരിക്കയ്ക്കും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കും എണ്ണ നൽകുന്നത് പൂർണ്ണമായും നിരോധിച്ചു. ബാരലിന് വെറും $3 എണ്ണവില ഒറ്റയടിക്ക് $12 ഉയർന്നു. 4 മടങ്ങ് വർധനവ്. അമേരിക്കയിൽ ആളുകൾക്ക് പെട്രോൾ കിട്ടാതായി, സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. ഇത് അറബ് രാഷ്ട്രങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള പോരാട്ടമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ഒറ്റ നീക്കത്തിലൂടെ ഫൈസൽ രാജാവിന് കഴിഞ്ഞു. സൗദി അറേബ്യയെ ഒരു സമ്പൂർണ്ണ ആഗോള ശക്തിയാക്കി മാറ്റിയത്. 1974-ൽ ടൈം മാഗസിൻ അദ്ദേഹത്തെ മാൻ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തതും ഇതുകൊണ്ട് തന്നെ. അതെ, രാജ്യം ആധുനികവൽക്കരിക്കപ്പെടുന്നു, ആഗോളതലത്തിൽ വലിയ സ്വാധീനം ലഭിക്കുന്നു. പക്ഷേ വലിയ നേതാക്കളുടെ അന്ത്യം പലപ്പോഴും ദാരുണമായിരിക്കുമല്ലോ. 1975 മാർച്ച് 25 നടന്ന ആ സംഭവം വളരെ ദാരുണമായ ഒരു അന്ത്യം. റിയാദിലെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരപുത്രനായ ഫൈസൽ ബിൻ മുസൈദ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ച 1965-ലെ ടെലിവിഷൻ പ്രതിഷേധത്തിൽ മരിച്ച ഖാലിദ് ബിൻ മുസൈദിന്റെ സഹോദരനായിരുന്നു ഈ കൊലയാളിയെന്ന് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, അതൊരു വ്യക്തിപരമായ പ്രതികാരമായിരുന്നിരിക്കാം എന്നാണ് പല സ്രോതസ്സുകളും പറയുന്നത്. രാജ്യത്തെ ആധുനികവൽക്കരിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരു സഹോദരൻ മരിക്കുന്നു. അതിന്റെ പ്രതികാരമായി 10 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സഹോദരൻ രാജാവിനെ കൊല്ലുന്നു. എന്തൊരു ട്രാജഡിയാണത്. എന്നാൽ അദ്ദേഹം ബാക്കി വെച്ചുപോയ പൈതൃകം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, OIC, ആധുനിക സൗദി അറേബ്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. പാരമ്പര്യത്തെയും ആധുനികതയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണം ഇന്നത്തെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്കെങ്ങനെ പ്രയോഗിക്കാമെന്ന് ചിന്തിച്ചു നോക്കൂ.
പുതിയ ആശയങ്ങൾ വരുമ്പോൾ ഭയപ്പെടാതെ സ്വന്തം വേരുകൾ മറക്കാതെ തന്നെ അവയെ എങ്ങനെ സ്വാംശീകരിക്കാം എന്ന് ഈ ചരിത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടാകും. തീർച്ചയായും ഇതൊരു വലിയ പാഠമാണ്. ഈ അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്കായി ബാക്കി വയ്ക്കുകയാണ്. 1973 ഫൈസൽ രാജാവ് എണ്ണയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇന്നും ലോകരാഷ്ട്രീയത്തിലെ ഒരു ശക്തി കേന്ദ്രമായി മാറുമായിരുന്നോ? അതോ വെറുതെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു വലിയ ഗ്യാസ് സ്റ്റേഷൻ മാത്രമായി അവർ ഒതുങ്ങിപ്പോകുമായിരുന്നോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതെ. അപ്പോൾ ആ ചിന്തയോടെ ഇന്നത്തെ ഈ അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കുക, അന്വേഷിക്കുക.